എല്ലാവർക്കും നമസ്കാരം. നമ്മൾ SSLC സാമൂഹ്യശാസ്ത്രത്തിലെ 9ാമത്തെ പാഠത്തിലേക്കാണ് കടക്കുന്നത്. ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ എങ്ങനെ രൂപപ്പെട്ടു, അതിൻ്റെ യാത്രയിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ. 20ാം നൂറ്റാണ്ടിന്റെ പകുതിയൊക്കെ ആയപ്പോൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ അന്ന് ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു: ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം നമ്മൾ കെട്ടിപ്പടുത്തുക? അപ്പോൾ ഈ ഒരു വലിയ യാത്ര നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 5 പ്രധാന ഭാഗങ്ങളായിട്ടാണ്. ഏറ്റവും ആദ്യം, അതായത് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് തൊട്ടോ സാധാരണക്കാരായ പൗരന്മാർ നയിച്ച വലിയ മുന്നേറ്റങ്ങൾ വരെ നമ്മൾക്കിതിൽ കാണാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാമല്ലേ? ഒരു ജനാധിപത്യം പിറക്കുന്നു. ഇതിലേറ്റവും ആദ്യത്തെ, ഒരുപക്ഷെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്നറിയാമോ? രാജ്യത്തെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടത്തുക എന്നതായിരുന്നു അത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തിന്റെ വലിപ്പമോ ഭൂപ്രകൃതിയോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ. അവരിൽ ഭൂരിഭാഗം പേർക്കും എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ ഒരു ബാലറ്റ് പേപ്പർ പോലും വായിക്കാൻ അറിയാത്ത ഈ ജനങ്ങളെ എങ്ങനെ വോട്ട് ചെയ്യാൻ പഠിപ്പിക്കും? അതായിരുന്നു യഥാർത്ഥ വെല്ലുവിളി. അപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഈയൊരു വലിയ ദൗത്യം ഏറ്റെടുത്തത് ഒരാളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും, അതായത് എഴുത്തും വായനയും അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരുപോലെ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കണം. അദ്ദേഹം കണ്ടെത്തിയ പരിഹാരമുണ്ടല്ലോ, അത് വളരെ ലളിതമായിരുന്നു, പക്ഷേ അത്രയേറെ ബുദ്ധിപരവുമായിരുന്നു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ ചിഹ്നം കൊടുത്തു. പിന്നെ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പ്രത്യേക ബാലറ്റ് പെട്ടി. അപ്പോൾ ജനങ്ങൾക്ക് തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിഹ്നമുള്ള പെട്ടിയിൽ വോട്ടിട്ടാൽ മതി. ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി രാജ്യവ്യാപകമായി വലിയ ബോധവൽക്കരണ പരിപാടികളും നടത്തി. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്നത് വെറുമൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അതിലുപരി ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ജനാധിപത്യം വിജയിക്കുമോ എന്ന് സംശയിച്ചു നിന്ന ലോകത്തിനു മുന്നിൽ ഇത് സാധ്യമാണ് എന്ന് തെളിയിച്ച ഒരു വലിയ വിജയമായിരുന്നു അത്. ശരി, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തി. ഇനി അടുത്ത വലിയ വെല്ലുവിളി എന്തായിരുന്നു? നൂറുകണക്കിന് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന ഇന്ത്യയെ ഒരൊറ്റ രാജ്യമാക്കി മാറ്റുക. അതിനുവേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു നിയമപരമായ രേഖയായിരുന്നു ഈ പ്രവേശന കരാർ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന് പറയും. ഈ കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ആ നാട്ടുരാജ്യം അവരുടെ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, ഈ 3 പ്രധാന കാര്യങ്ങളുടെ നിയന്ത്രണം ഇന്ത്യൻ യൂണിയന് കൈമാറും. പക്ഷേ ഈ പ്രോസസ്സ് അത്ര സിമ്പിളായിരുന്നില്ല. ഇവിടെ കാണുന്നതുപോലെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഒരേ രീതിയിലല്ല ഇന്ത്യയോട് ചേർത്തത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ചിലയിടത്ത് പ്രവേശന കരാർ, ഹൈദരാബാദ് പോലുള്ള ചില സ്ഥലങ്ങളിൽ തൽക്കാലത്തേക്കൊരു തലസ്ഥിതി കരാർ, പിന്നെ തിരുവിതാംകൂർ, കൊച്ചി പോലെ ചെറിയ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ സംയോജന കരാർ. അങ്ങനെ പല വഴികളിലൂടെയാണ് ഈ ഏകീകരണം പൂർത്തിയാക്കിയത്. ഏതൊരു ജനാധിപത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലും ചില പരീക്ഷണഘട്ടങ്ങളുണ്ടാവും, അല്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിലെ അങ്ങനെയൊരു ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു 1975 വന്ന അടിയന്തരാവസ്ഥ. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ രാജ്യത്ത് ആഭ്യന്തര അസ്വസ്ഥതകളുണ്ട് എന്ന കാരണം പറഞ്ഞ് 1975 ജൂണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നീട് 1977 മാർച്ചിൽ പിൻവലിക്കുന്നതുവരെ, അതായത് ഏകദേശം 21 മാസത്തോളം ഇന്ത്യയിൽ ജനാധിപത്യം അതിന്റെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ചില്ല. അപ്പോൾ എന്താണ് അടിയന്തരാവസ്ഥയിൽ സംഭവിച്ചത്? ഇവിടെ നോക്കൂ. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ റദ്ദാക്കി. പത്രങ്ങൾക്ക് എന്തെഴുതണം, എന്തെഴുതണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുന്ന സെൻസർഷിപ്പ് വന്നു. തിരഞ്ഞെടുപ്പുകൾ വരെ മാറ്റിവെച്ചു. ചുരുക്കി പറഞ്ഞാൽ, ജനാധിപത്യത്തിന്റെ നെടും തൂണുകളെന്ന് നമ്മൾ പറയുന്ന പലതും താൽക്കാലികമായി ഇല്ലാതായി. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1977 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനങ്ങൾ അവരുടെ വിധി എഴുതി. അതൊരു ചരിത്രപരമായ വിധിയായിരുന്നു. അതുവരെ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു. പകരം ജനതാ പാർട്ടി എന്ന പുതിയൊരു കൂട്ടായ്മ അധികാരത്തിൽ വന്നു. അങ്ങനെ മൊറാർജി ദേശായി ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി. ഈ തിരഞ്ഞെടുപ്പ് ഫലം ശരിക്കും ജനാധിപത്യത്തിന്റെ ഒരു വലിയ വിജയമായിരുന്നു. എന്ത് തെറ്റുകൾ സംഭവിച്ചാലും അവസാനം ജനങ്ങൾക്ക് അത് തിരുത്താൻ സാധിക്കും, ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്ത്യൻ ജനാധിപത്യം ഒരിക്കൽ കൂടി തെളിയിച്ചു. ശരി, അപ്പോൾ അടിയന്തരാവസ്ഥയും കഴിഞ്ഞു. അതിനുശേഷമുള്ള വർഷങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഫോക്കസ് കുറച്ചുകൂടി മാറി. വെറും വോട്ട് ചെയ്യൽ എന്നതിലുപരി സാമൂഹിക നീതി, സാധാരണ പൗരന്മാരുടെ ശക്തി എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം വന്നു തുടങ്ങി. ഇവിടെ കാണുന്ന ഈയൊരു നമ്പർ 27%. ഇത് വെറുമൊരു സംഖ്യയല്ല,
ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും കാരണമായ ഒരു വലിയ സാമൂഹിക നയത്തിന്റെ പ്രതീകമാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ 1990-ൽ നടപ്പിലാക്കിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ്. അതുപ്രകാരം സർക്കാർ ജോലികളിൽ മറ്റു പിന്നാക്ക വിഭാഗക്കാർക്ക്, അതായത് OBC വിഭാഗങ്ങൾക്ക് 27% സംവരണം ഏർപ്പെടുത്തി. സാമൂഹിക നീതി ഉറപ്പാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നത്. ഇനി ജനങ്ങളുടെ ശക്തിയുടെ മറ്റൊരു ഉദാഹരണം വരുന്നത് പാർലമെന്റിൽ നിന്നോ വലിയ നേതാക്കളിൽ നിന്നോ അല്ല, മറിച്ച് രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ചെറിയ പ്രതിഷേധത്തിൽ നിന്നാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്നൊരു സംഘടനയായിരുന്നു അതിനു പിന്നിൽ. അവരുടെ ആ സമരം പിന്നീട് ഒരു ദേശീയ നിയമമായി മാറി. അതാണ് 2005-ലെ വിവരാവകാശ നിയമം. ഈ നിയമം വന്നതോടെ ഏതൊരു സാധാരണ പൗരനും സർക്കാർ ഓഫീസുകളിൽ പോയി വിവരങ്ങൾ ചോദിച്ചറിയാനും അതുവഴി അഴിമതിക്കെതിരെ പോരാടാനും ഒരു വലിയ ആയുധം കിട്ടി. സാധാരണക്കാരുടെ ഈ ശക്തി മറ്റു പല മേഖലകളിലും നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് വനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മരങ്ങളെ കെട്ടിപ്പിടിച്ച് സമരം ചെയ്ത ചിപ്കോ പ്രസ്ഥാനം, പിന്നെ വലിയ അണക്കെട്ടുകൾ കാരണം വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പോരാടിയ നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഇതൊക്കെ ജനകീയ മുന്നേറ്റങ്ങളുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു, ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ ജനകീയ സമരങ്ങൾ വരെ. ഈയൊരു യാത്രയിൽ നിന്ന് നമുക്ക് എന്താണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒന്നാമതായി, ഇന്ത്യ അതിന്റെ പ്രശ്നങ്ങൾക്ക് സ്വന്തമായി വളരെ നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തി. രണ്ടാമതായി, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് കഴിഞ്ഞു. പിന്നെ കാലം പോകുന്തോറും ജനാധിപത്യം എന്നത് വെറും വോട്ട് ചെയ്യൽ മാത്രമല്ല, സാമൂഹ്യ നീതിയും പൗരന്റെ ശക്തിയുമാണെന്ന ഒരു തിരിച്ചറിവിലേക്ക് അത് വളർന്നു. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് പൂർത്തിയായ ഒരു പുസ്തകമല്ല, അത് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഒരു തുടർ പരീക്ഷണമാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഈ മഹത്തായ പരീക്ഷണത്തിന്റെ അടുത്ത അധ്യായം എന്തായിരിക്കും? പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും?